അവർക്ക് ചിന്തിക്കാൻ വിവേകമുണ്ട്. അതുകൊണ്ട് കല്ലും നെല്ലും കൃത്യമായ രൂപത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മുമ്പൊക്കെ ഞാനൊക്കെ ഒരു പോസ്റ്റ് ഇടുകയോ അതല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുകയോ ചെയ്താൽ നമ്മൾ തന്നെ നേരം വെളുക്കുവോളം വന്നിരുന്ന് കമന്റുകൾക്ക് മറുപടി പറയേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്നതില്ല. തലയ്ക്കകത്ത് ആള് താമസമുള്ള നൂറുകണക്കിന് ആളുകൾ വന്ന് അതിനെ പ്രതിരോധിക്കും. ഇപ്പം ഒന്നും വേണ്ട, നമ്മുടെ ചാറ്റ് ബോക്സിൽ പോലും ഒരാൾ വന്നൊരു തെമ്മാടിത്തരം പറഞ്ഞാൽ, ഒരു മുറിയൻ വന്ന് തെമ്മാടിത്തരം പറഞ്ഞാൽ 100 പേർ അതിന് മറുപടിയുമായിട്ട് അവന്റെ തള്ളയ്ക്കും തന്തയ്ക്കും വിളിച്ച് രംഗത്ത് വരുന്നത് കണ്ടോ? അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ താടിയും തലപ്പാവും വാലും പല്ലും ഒന്നും കണ്ട് ഇനി ആരെയും നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കല്ലേ. ഇനി ആരും നിങ്ങളെ ഭയക്കാൻ പോകുന്നില്ല. മുഹമ്മദ് എന്ന് ചോദ്യ പേപ്പറിൽ എഴുതിയതിന്റെ പേരിൽ ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്ത കാലഘട്ടം കഴിഞ്ഞുപോയി. ബുഖാരിയെ വിമർശിച്ചതിന്റെ പേരിൽ, അബൂഹുറൈറയെയും ഹദീസുകളെയും വിമർശിച്ചതിന്റെ പേരിൽ ചേകനൂർ മൗലവിയെ കൊന്നു കുഴിച്ചു മൂടി ആസിനൊഴിച്ച കാലഘട്ടം കഴിഞ്ഞുപോയി. ഇനി ഇതൊന്നും നടപ്പില്ല. കാരണം കൂടുതൽ ആളുകൾ നിങ്ങളുടെ ഈ ഉഡായിപ്പുകൾ സ്ഥാനമാനത്തിനു വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടിയും നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഇത്തരം വിരോധങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകത്തിന്റെ പ്രോഡക്റ്റ് ആണെന്നും ഇനിയും ഇവിടെ ഇത് ചിലവാകത്തില്ലെന്നും പറയാൻ യുവതലമുറ ഉയർന്നു വരും. ദാ ഇതുപോലെ. നമ്മുടെ അധ്യാപകനാണ്. അല്ലാഹു നമ്മുടെ ഖൽബിൽ ഈമാൻ നൽകുമാറാകട്ടെ. ഇസ്ലാം എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ അധ്യാപകനാണ് ലോകൈക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇസ്ലാം എന്ന കലാലയത്തിൽ ഹബീബായ തങ്ങൾ എന്ന ഗുരുനാഥനിൽ നിന്ന് പഠിക്കുന്ന ആ പാഠങ്ങളുടെ റിസൾട്ട് നോക്കുന്ന ആരാണ്? നമ്മുടെ ജീവിതം കൊണ്ട് മുഅല്ലിമായ ഹബീബായ തങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഹബീബായ തങ്ങളെ സാംശീകരിക്കുകയും സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും അവസാനം ഒടുവിൽ നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷയിൽ അല്ലാഹു റബ്ബുൽ സത്തായ തമ്പുരാൻ നമ്മുടെ റിസൾട്ട് നോക്കുമ്പോൾ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ എന്ന നന്മ മുൻകൂട്ടം വന്നിട്ടില്ല എങ്കിൽ മനസ്സിലായില്ലേ? ലിയബ്ലുവകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തിനെ? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ. പ്രവാചക ചര്യകൾ ഏറ്റവും കൃത്യമായി പിൻ ഡ്രോപ്പ് സൈലന്റിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ പ്രവാചകൻ കാത്തിരിക്കും. ഇസ്ലാം എന്ന യൂണിവേഴ്സിറ്റിയിലെ പ്രവാചകൻ എന്ന പ്രൊഫസർ പഠിപ്പിച്ചു തന്ന മാർഗം നമ്മളിൽ ഓരോരുത്തരും പിൻപറ്റാൻ ബാധ്യതയുള്ളവരാണ്. ആ പ്രവാചകന്റെ ഒരു ഇച്ചിരി ചര്യ എടുക്കാം. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണെങ്കിലും കേൾക്കാത്ത ആളുകളും ഉണ്ടാകുമല്ലോ പ്രവാചകന്റെ ചര്യ ആയതുകൊണ്ട്. ശകലം മതി കേട്ടോ, ശകലം എടുക്കാം. എവിടെ കിട്ടേ? മഹാന്മാർ എഴുതുകയാണ്, ഒരു പെണ്ണിനെ ഹബീബായ തങ്ങൾ ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പബ്ലിക്കായി പരസ്യമായി പ്രവാചക ചര്യയനുസരിച്ചിട്ട് എങ്ങനെ പെണ്ണു പിടിക്കാമെന്ന് ഇസ്ലാം എന്ന യൂണിവേഴ്സിറ്റിയിലൂടെ കുല്ലുക്കും ഖൈറു ഉമ്മ, നല്ല ഉത്തമ സമുദായത്തിന്റെ ഉടമ പ്രവാചകൻ പഠിപ്പിക്കുക. ഖൈറുന്നാസു ഖർനി, പ്രവാചകന്റെ ചര്യ, പ്രവാചകന്റെ സമുദായമാണ് ഏറ്റവും ഉത്തമ സമുദായം. ആ സമുദായത്തെ പ്രവാചകൻ പഠിപ്പിക്കുവാണ് കേട്ടോ, പ്രൊഫസറാണ്. എങ്ങനെ വിദഗ്ധമായി പെണ്ണുപിടിക്കാം കേട്ടോ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകന്റെ ഉത്തമ മാതൃകയിലുള്ള ഏറ്റവും വിദഗ്ധമായിട്ടുള്ള പെണ്ണുപിടി. പറയൽ പോലും ഹറാമാണ്, പറ്റില്ല. നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആൾ വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോകും. എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല, കെട്ടൽ പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ തലാഖുഹാ, ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാണെന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. തൊലാഖ് അപ്പ ചൊല്ലിക്കൊള്ളും.
നല്ല ഒന്നാവരാ ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയത്താൽ തന്നെ എത്ര പറയാണ്ട്. അസ്നൽ മത്താലിബ് കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാ, ഞങ്ങൾ കാണിച്ചു തരാ. ശൈഖ് സക്കരിയ അൽ അൻസാരി തങ്ങൾ പറയാം. ഇനി കേട്ടോളൂ, വലഹു തസ്വീജു മൻ ശാ ലിമൻ ശാ. ഇനി മൊത്തം പറ്റും. അതെങ്ങനെ? കെട്ടല് മാത്രമല്ല, കെട്ടിച്ചു കൊടുക്കാനും പറ്റും. ഇന്ന പെണ്ണിനെ ഇന്ന ആൾക്ക് കെട്ടിച്ചു കൊടുക്കാം. അതിന് പെണ്ണിന്റെ സമ്മതം ആവശ്യമില്ല, പെണ്ണിന്റെ വാപ്പന്റെ സമ്മതം ആവശ്യമില്ല. കാരണം ആ വാപ്പന്റെയും മുകളിലുള്ള വലിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉണ്ടാക്കിയവൻ അവിടെ നിൽക്ക്, പെണ്ണ് പിടിയാൻ കെട്ടിച്ചു കൊടുക്കുമെന്ന്. ഏഴാമത്തതായിട്ട് ഇനി 8, ചിലപ്പോ അള്ളന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കും. അവിടെ ഈജാബും കബൂലും തന്നെയല്ല. ഞാൻ സ്വീകരിച്ചു എന്നറിയാലോ, അതില്ലല്ലോ. ഏത് വറദീതു ബിഹി എന്നൊക്കെ പറയില്ലേ, ഖബീൽതു നിക്കാഹ. അതിന്റെ ഒന്നും ആവശ്യമില്ല, അള്ള നേരിട്ട് കെട്ടിച്ചു കൊടുക്കും. അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഹബീബായ മുത്ത് റസൂൽ ത്വഹ റസൂൽ. നോക്ക് നിങ്ങൾ, ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോവുക. ഹബീബായ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ്, ഒക്കെ ഒരു നിയമമാണ്. 4 ഭാര്യമാരെ സ്വീകരിക്കാം. ഹബീബായ തങ്ങൾക്ക് ഇഹ്റാമിലായി നിക്കാഹ് ശരിയാവും. വലിയ വേണ്ട, സാക്ഷി വേണ്ട, മഹ്ർ വേണ്ട. പെണ്ണിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒക്കെ സ്വീകരിക്കാൻ നിർബന്ധം. പിന്നെ വേറൊരാൾക്ക് അവളെ പെൺകെട്ട് പറയാൻ പോലും പാടില്ല. ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് തലാക്ക് ചൊല്ലിക്കൊള്ളണം. മാത്രല്ല ആർക്കും ഏത് പെണ്ണിനെയും കെട്ടിച്ചു കൊടുക്കാം. അള്ള തന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കുന്നു. 9ാമത് മഹാൻ പറയാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പിൽ ഓരോന്നിനും വ്യത്യസ്ത നിയമ. നോമ്പിന്റെ കാര്യത്തിൽ സൗമിൽ വിസ്വാലുണ്ട്. വിസ്വാല എന്താ? തുടർ പെണ്ണ് നടന്നു പോയി കഴിഞ്ഞാൽ പെണ്ണവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നോണം. കാര്യം മനസ്സിലായല്ലോ? ശരി. അപ്പോൾ അല്ലാഹു നമ്മളെ ജീവിതമാകുന്ന പരീക്ഷയിൽ വിജയിപ്പിക്കുമാറാകട്ടെ. ഉറക്കെയാമി പറഞ്ഞു, അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ആമോൻ, അയ്യോ സൗണ്ട് പോയോ? നിങ്ങൾ ഏതാണ്ട് 1 വർഷക്കാലമായി ബഹുമാനപ്പെട്ട സ്വാഹി ഉസ്താദിൽ നിന്നും അല്ലാഹുവിന്റെ ഹബീബിനെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്, നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് പരിവർത്തനം ഉണ്ടായിട്ടില്ല. ഇന്നലെ എറണാകുളത്ത് SMC ഗ്ലോബലിന്റെ പരിപാടി നടന്നു. ഇന്നലെ ഒരു ദിവസം മുഴുവനും ആ പരിപാടി നടന്നു. ഏതെങ്കിലും മാധ്യമങ്ങളിൽ SMC ഗ്ലോബൽ നടത്തിയ പരിപാടിയെ സംബന്ധിച്ച് അവർ നടത്തിയ പ്രഖ്യാപനങ്ങൾ മനുഷ്യൻ ഉപയുക്തമാകുന്ന എന്തെങ്കിലും ഒരു സന്ദേശം മുന്നോട്ട് വെക്കാൻ അവർക്ക് സാധിച്ചു? എന്തെങ്കിലും ഒരു നന്മ എടുക്കട്ടെ. ഇവര് എടുപ്പിക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? എടുക്കുകയല്ലാതെ. അപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച ഈ നന്മ നിങ്ങളിൽ എത്ര പേർക്ക് പിന്തുടരാൻ പറ്റുമെന്ന് നോക്കണം. ഈ ഇന്ത്യ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും സാരമില്ല, ഒന്ന് ശ്രമിച്ചു നോക്ക്. കുഴപ്പമുണ്ടാകത്തില്ല. എടുക്കാം, വരട്ടെ. മുഹമ്മദ് നബി ക്രൂരത ജീവിക്കലും ചെയ്യാത്ത, കാരുണ്യം മാത്രം ചെയ്ത, ഞാൻ പറയുന്നു മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ്. എങ്ങനെ സാധിക്കും? മുഹമ്മദ് നബി ക്രൂരത ജീവിക്കലും ചെയ്യാത്ത, കാരുണ്യം മാത്രം ചെയ്ത, ഞാൻ പറയുന്നു മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ്. കോരിത്തരിക്കുന്നു അല്ലേ? രോമാഞ്ചം എന്നൊക്കെയാണ് അതിന് പറയുക. എനിക്ക് എന്തായിരുന്നാലും എടുത്തതല്ലേ നബിയുടെ ഒരു കുഞ്ഞു ചര്യയും കൂടി എടുക്കാൻ. എന്നാലും ഒരാവശ്യത്തിന് നമ്മളൊരു ഒരു കാര്യവുമായിട്ട് പോകുന്നതല്ലേ ഒരു വഴിക്ക്. അപ്പോൾ പ്രബലമായിട്ടുള്ള സുന്നത്തുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഫർളുകളും ഒരു കുഞ്ഞു സുന്നത്ത്, ഒരു കുഞ്ഞു ഫർളും കൂടി. പ്രവാചക ചര്യ അങ്ങനെ തന്നെ പിൻപറ്റണം നമ്മൾ. ഓക്കെ, ഈ സുന്നത്തും ഫർളും ഒക്കെ എടുക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് അതങ്ങോട്ട് കിട്ടുന്നുമില്ലല്ലോ. അതെ, അതല്ല, ദീർഘമായത് കിടപ്പുണ്ട്, ചോട്ട എടുക്കാം. നമുക്ക് വലുതൊന്നും ഇപ്പം നമ്മളെ കൊണ്ട് താങ്ങത്തില്ല, പ്രവാചകന്റെ ചര്യ ആയതുകൊണ്ടേ. എവിടെ പോയി? അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടതാണ്, എന്നാലും എടുക്കാം. വേറൊരു ചര്യ കിട്ടി, അതിൻ്റെ ഇടയ്ക്ക് ഈ ചര്യ കിട്ടി. പ്രസവ വേദനയെടുത്ത് വഹിയ അല ഖതബ്, ഖതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 കഴിഞ്ഞ് 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നമസ്കാരം. ഈ പ്രവാചക ചര്യയൊക്കെ മോശമാണ്. പ്രസവ വേദനയെടുത്ത് ജാമിദായ്ക്കൊക്കെ അല്ലാതെ സാധിക്കുമോ? അതായത് അടുത്ത വീട്ടിൽ ലൈംഗികത എന്താണ് എന്നറിയാതെ
ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലെ പെണ്ണുമായിട്ട് ബന്ധപ്പെടരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഖിയാസ് എന്നാണ് അതിന് പറയുക. അവലംബം. അതായത് അടുത്ത വീട്ടിൽ പട്ടിണിയാ, കറിയില്ല, എന്നാൽ നിങ്ങൾ വയറ് നിറച്ച് ചോറ് തിന്നരുത്. നിങ്ങൾ കുറച്ച് തിന്നിട്ട് കിടന്ന് അവന് കിട്ടുമോ? ആ കറിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും അവന് കൂടി കൊടുക്കണമെന്ന്. ശരി, ഇപ്പം ശരിയായി. അതുകൊണ്ട് അടുത്ത വീട്ടിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ ലൈംഗിക സുഖം അനുഭവിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ലാന്ന്. അതായത് ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. 1000 സ്ത്രീകളെ എന്റെ പ്രവാചകൻ ബലാത്കാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബലാത്കാരം കാരുണ്യമാണ്. ഇപ്പം പിടിയിട്ടില്ലേ? സിമ്പിളാണ്. പക്ഷെ ഞാൻ പിന്നെ വളഞ്ഞു വന്നപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരവസ്ഥ എത്തിയതാണ്. കാര്യം സിമ്പിളാണ്. ശരി, അപ്പോൾ ഇനിയും ഉസ്താദിന്റെ ഷുന്നത്ത്. ഇന്നലെ ആ പരിപാടിക്ക് ആളുകൾ ലൈവ് പോവുകയാണല്ലോ. എസ്എൻസി ഗ്ലോബൽ നിരീശ്വരവാദികളുടെ ബഹുജന സമ്മേളനത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരാൾ ഇതിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടെ നടന്ന ക്യാമ്പിൽ മുഴുവൻ പങ്കെടുത്തതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ തോന്നിയോ, ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്റെ അമ്മയോട്, എന്റെ ഉമ്മയോട് ഞാൻ എന്തെങ്കിലും അബദ്ധവശാൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉമ്മയോ അല്ല, എസൻസ് ഗ്ലോബലിന്റെ പരിപാടിക്ക് പോയിട്ട് ആരെങ്കിലും ഇരുമ്പ് നിക്കറിട്ടിട്ട് ആരാന്റെ തലയെരിയാൻ പോകുമോ? അടുത്ത് താമസിക്കുന്നവനെ വെറുക്കാൻ പഠിപ്പിക്കാൻ പോകുമോ? അടുത്തവന്റെ മോളെ പ്രേമിച്ചു വലയിലാക്കി ഗർഭ ജിഹാദുമായിട്ട് പോകുമോ? അവനെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് കാച്ചാൻ എസൻസ് ഗ്ലോബിൽ പോകുന്ന ആരെങ്കിലും പറയുവോ, പഠിപ്പിക്കുവോ? ഇല്ല. എല്ലാവരെയും തുല്യരായി കാണാൻ ഞാൻ മതം വിട്ടതിന് ശേഷമാണ് മനുഷ്യൻ എന്താണ് എന്ന് മനസ്സിലാക്കിയത്. ഷബീബ് മുഹമ്മദ്, നിന്റെ ഉമ്മ വേശ്യയായതിന് എന്റെ കുഴപ്പമാണോ? വാപ്പ അറിഞ്ഞുകൊണ്ട് വേശ്യാവൃത്തിക്ക് വിട്ടതാണോ? അത് ഉമ്മയും വാപ്പയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ? ഉമ്മ പോയിട്ട് വരുന്ന പൈസയും കൊണ്ടായിരിക്കും നിങ്ങളൊക്കെ കഴിയണതല്ലേ? വാപ്പയ്ക്ക് നട്ടിലിന് വിലക്കുറവുണ്ടോ, അതോ ലിംഗ വിലക്കുറവുണ്ടോ? അതുകൊണ്ടാണ് ഉമ്മ വേശ്യാവൃത്തിക്ക് ഇറങ്ങി തിരിച്ചത്. ശരി, സാരമില്ലടാ. വാപ്പായ്ക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താ പ്രശ്നം? നിന്റെ ഉമ്മ അങ്ങനെ ആയതിന്റെ കാരണക്കാരൻ നിന്റെ വാപ്പയാണ്. വാപ്പയ്ക്ക് പ്രോബ്ലം ഇല്ല. വാപ്പയ്ക്ക് സ്വർഗത്തിൽ പോയാലും വേശ്യാവൃത്തി ചെയ്യാലോ. അതുകൊണ്ട് ഉമ്മായി ഇവിടെ പരിശീലിപ്പിക്കുന്നതായിരിക്കും. അതിന് നീ പോന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താടാ? നീ ഇവിടെ